ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ ഫാമിലി, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു അടിപൊളി കുക്കിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് കുക്കിംഗ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെണ്ടയ്ക്കപ്പുളിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വെണ്ടയ്ക്കപ്പുളിയാണ്. നമുക്ക് പാലക്കാട് സ്റ്റൈലിലുള്ള വെണ്ടയ്ക്കപ്പുളി എന്ന് തന്നെ പറയാം കേട്ടോ. പാലക്കാട് വെണ്ടയ്ക്കപ്പുളി സൂപ്പറാണ്. ഇവിടെ എല്ലാവരും കൂടുതലായിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ വെണ്ടയ്ക്കപ്പുളി. പാലക്കാട്ടുകാർക്ക് അറിയാൻ പറ്റും വെണ്ടയ്ക്കപ്പുളി പറഞ്ഞാൽ എത്ര സ്പെഷ്യലാണെന്നുള്ളത് പാലക്കാട്ടുകാർക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് സിമ്പിളായി നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി വെക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം എന്താണ്? വെണ്ടയ്ക്ക വേണം. അതുപോലെ തന്നെ ചെറിയുള്ളിയും വേണം കേട്ടോ. ഒരു കുറച്ച് ചെറിയുള്ളി മതിയാവും. ഇത് അത്ര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക നല്ല പിഞ്ചായിട്ടുള്ള വെണ്ടയ്ക്ക എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി. അപ്പോൾ നമുക്കിത് കഴുകി ഒന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിന് ഒരു 3-4 പീസാക്കി കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനൊരു എന്താ പറയുക, ഇതിനൊരു 4 പീസാക്കുക. അതുപോലത്തെ അളവിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെറിയുള്ളി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. പിഞ്ച് വെണ്ടയ്ക്കാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് മൂപ്പിലെടുക്കണ്ട കേട്ടോ. നല്ല പിഞ്ചായിട്ടുള്ളത് മതി. ഈ വെണ്ടയ്ക്കപ്പുളിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അതാണ് കേട്ടോ. പിന്നെ ഇതിന് വന്നിട്ട് കോമ്പിനേഷൻ നമുക്ക് നങ്കിമീൻ വറുത്തതോ പപ്പടം അതൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ വെണ്ടയ്ക്കപ്പുളിക്ക്. അപ്പോൾ നമ്മളിതാ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി വെക്കാനുള്ള വെണ്ടയ്ക്ക ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാനായിട്ട് ഇതാ ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ പച്ച കളറൊക്കെ പോയിട്ട് കുറച്ചൊരു ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ. ഒരു ബ്രൗണിഷ് ആയിട്ട് കളർ വരും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ ഇതുപോലെ. ഇനി നമുക്ക് ചെറിയുള്ളി എടുക്കണം കേട്ടോ. അപ്പോഴേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊരു പകുതി ഒന്ന് വഴറ്റി കിട്ടിയ ശേഷം നമുക്ക് ചെറിയുള്ളിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെണ്ടയ്ക്ക ഒരു കുറച്ചൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 എടുത്തുള്ളൂ കേട്ടോ. പക്ഷെ അത് കട്ട് ചെയ്തപ്പോൾ വലിയ ഉള്ളിയായിരുന്നു. വലിയ ഉള്ളി പറഞ്ഞാൽ സവാളയല്ല കേട്ടോ, ചെറിയുള്ളിയിൽ തന്നെ വലുത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നന്നായി വഴറ്റണം. അപ്പോഴേ കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ആ വെണ്ടയ്ക്കയും ചെറിയുള്ളിയും നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ വഴറ്റുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. വെണ്ടയ്ക്കപ്പുളിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് നന്നായി വഴറ്റുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോവും. പിന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കപ്പുളിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ പുളിയാണ് കേട്ടോ. വെണ്ടയ്ക്കപ്പുളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പുളിയല്ലേ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കുതിരണം. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇടാം കേട്ടോ. തേങ്ങയും കൂടി ഇടുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി വെക്കണം. അപ്പോഴേക്കും ഞാൻ തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നു കേട്ടോ. പെട്ടെന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ട്. വല്യമ്മ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നതാണല്ലേ അല്ലേ അല്ലേടാ? അച്ഛ വല്യമ്മനെ കാണാൻ വന്നതാണ്. അതാ തേങ്ങ കടിക്കണോ? കുഞ്ഞു വേറെ തേങ്ങ കടിക്കാ കച്ചു തിന്നുവോ? അച്ചോ തേങ്ങ കച്ചിട്ടുണ്ട്. അമ്മോ ഒരു മുഖത്തെ കുഞ്ഞിപ്പെണ്ണ് ഉമ്മ ഉമ്മ. അപ്പൊ നമുക്കിന്ന് കുക്കിങ്ങിന് ഒരു കുഞ്ഞു പാറും കൂടി ഉണ്ട് കേട്ടോ. എന്താ വല്യമ്മനെ കാണാൻ വേണ്ടി വന്നതാണ്. വല്യമ്മ വിളിച്ച് രാവിലെ ഫോൺ ചെയ്തു കേട്ടോ. ഫോൺ നമ്പറൊക്കെ എടുത്ത് വല്യമ്മനെ വിളിച്ചൂല്ലേ? രാവിലെ വിളിച്ചൂല്ലേ? ഇല്ലേ വിളിച്ചൂലോ? വല്യമ്മനെ രാവിലെ വിളിച്ചില്ലേ കുഞ്ഞിപ്പാറു? നമുക്ക് കറി വയ്ക്കാം. വെണ്ടയ്ക്ക കറി വയ്ക്കാം അല്ലേ?
വെണ്ടയ്ക്കക്കറി വല്യമ്മ വയ്ക്കാൻ പോണത്. വല്യമ്മ എന്ത് വയ്ക്കാൻ പോണത്? പറ പറ. വല്യമ്മ വെണ്ടയ്ക്കപ്പുളി വയ്ക്കാൻ പോവാണ്. ചുണ്ടോ സത്തുകുട്ടിയാണ്, കുഞ്ഞു പാറുവാണ്, കുഞ്ഞു പാറുവാണ്. ചുടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പാറൊക്കെ വന്നു കേട്ടോ. പിന്നെ അവളെ കുറേ നേരം കളിപ്പിച്ചു. പിന്നെ അത് അവർ പോയി. പിന്നെ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കപ്പുളി വെക്കാം കേട്ടോ. അപ്പോൾ അതിനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ വെണ്ടയ്ക്ക ഉള്ളി എല്ലാം നന്നായി വഴറ്റി കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിയും നന്നായി വെള്ളത്തിൽ ഊറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരയ്ക്കണം കേട്ടോ. ഒരു അരപ്പ് റെഡിയാക്കണം, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പണി പെട്ടെന്ന് സിമ്പിളാക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ ശേഷം നമുക്കതിനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പുളി ഇട്ടു. ഇനി അടുത്തതായിട്ട് നമ്മുടെ തേങ്ങ കേട്ടോ. ഇതാ ഒരു പിടി തേങ്ങ മതി കേട്ടോ, ബാക്കി അവിടെ ഇരുന്നോട്ടെ. ഒരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായതുകൊണ്ട് 3 എടുത്തത്. ഇതിൽ നമുക്ക് ഈ 2 മിക്സിയിൽ അരിഞ്ഞിടാം കേട്ടോ, അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 തക്കാളി ഇത് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ചാറിലേക്ക് മുറിച്ചിടാൻ വേണ്ടി ഒരെണ്ണം മാറ്റി വയ്ക്കാം. അപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതിനൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഇത്തിരി കട്ടിക്ക് വേണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലാണ് വെക്കുന്നത് കേട്ടോ. നമ്മുടെ മണ്ണിൻ്റെ ചീൻചട്ടി ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കടയിൽ നിറയെ മൺപാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ, പുതിയതൊന്നല്ല. ഞാൻ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം നമുക്ക് കടുകും ഉലുവയും കൂടി പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ഇതാ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ചൂടായ ശേഷം കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ കടുക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ കടുക് പൊട്ടിട്ടോ. പിന്നെ ഇടയിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. അപ്പോൾ കണ്ണം ചേച്ചി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പോയി. ഇടയിൽ ഇതാ വന്നിട്ടാണ് കേട്ടോ ഉലുവ ഇടുന്നത്. അപ്പോഴേക്കും ചീനിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞു കണ്ടില്ലേ. ഇനി ആദ്യം പുതിയ ഒന്നും കൂടി ചൂടായി വരണം. അപ്പോൾ ഇതും കൂടി പോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും പിന്നെ അതുപോലെ നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്കപ്പുളി റെഡിയാക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇതാ ഒരു തക്കാളി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലെ വഴച്ചു കേട്ടോ. ഒരുപാട് ചൂടായിട്ട് പെട്ടെന്ന് അതാണ് ഇങ്ങനെ പുകയുന്നത് കേട്ടോ. കുറച്ചാണ് വെച്ചിരിക്കുന്ന ഗ്യാസ്, എന്നാലും പെട്ടെന്ന് ചൂടായിപ്പോയി. അത് കുഴപ്പമില്ല. അപ്പം ഇനി ഇത് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ അതിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്തിരി കട്ടിക്കാണ് ഇത് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത്തിരി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കണ്ട. ഒരു പാകത്തിന് ഒരു ലെവലിൽ നമുക്കറിയാമല്ലോ നമുക്ക് കറി എങ്ങനെ വേണമെന്നുള്ളത്, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ലെവലിലാണ് കേട്ടോ ചാറ് വെക്കുന്നത്. എനിക്ക് ഒരുപാട് കട്ടി വേണ്ട, ഒരുപാട് ലൂസും വേണ്ട. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാനിതങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു 2 സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് ഈ പുളിയും എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം കേട്ടോ. മധുരം എന്ന് പറഞ്ഞാൽ ശർക്കര, ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു അളവിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ശർക്കര ചേർക്കണം പറഞ്ഞില്ലേ, അപ്പോൾ ശർക്കര ഇവിടെ നോക്കിയപ്പോൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, കുറച്ച് ഒരു നുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ, അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. എല്ലാം കൂടി അരച്ച് ഒന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി റെഡിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. നന്നായി തിളച്ച് വെണ്ടയ്ക്ക വെന്താൽ നമുക്ക് കറി റെഡിയായി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായി ഇവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കായൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. അപ്പോൾ നമ്മുടെ കറി, ഈ വെണ്ടയ്ക്ക കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി റെഡിയായി. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായി തിളച്ചു, വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ഉപ്പേരി ഉണ്ട് കേട്ടോ. ക്യാരറ്റ് തോരൻ വെച്ചിട്ടുണ്ട്, മോൾക്ക് കൊടുത്തയച്ചതായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അത് കുറച്ചുണ്ട്. അപ്പോൾ ഒരു 2 പപ്പടം കൂടി വറുക്കാമെന്ന് വിചാരിച്ചു. പപ്പടം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതാ പപ്പടവും 2 വറുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇതാ ചോറ് എടുത്തിട്ടുണ്ട്, ഇതാ ക്യാരറ്റ് തോരനുണ്ട്, പിന്നെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ വെണ്ടയ്ക്കപ്പുളി ഉണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായിട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ വിളമ്പാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള പാലക്കാടൻ വെണ്ടയ്ക്കപ്പുളി വിത്ത് ക്യാരറ്റ് തോരൻ ആൻഡ് പപ്പടം. ക്യാരറ്റ് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പ് കേട്ടോ, അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറിനട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാടൻ വെണ്ടയ്ക്കപ്പുളിയും ചോറും ക്യാരറ്റ് തോരനും അതുപോലെ പപ്പടവും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാൻ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയിൽ ലാസ്റ്റ് ടോ എന്നൊക്കെ പറയുന്നില്ലേ, ടോ എന്ന് പറയുന്നില്ലേ, അതില്ലേ ഞാൻ പെട്ടെന്ന് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്, അതങ്ങനെ അറിയാണ്ട് വന്നു പോകുന്നതാണ് കേട്ടോ. ഇതാ ഇപ്പോഴും വന്നു കണ്ടില്ലേ, അതെനിക്ക് ഇടയ്ക്ക് അങ്ങനെ വരും കേട്ടോ. ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അത് പറയുന്നുണ്ട് കേട്ടോ, അതും കൂടി മാറ്റിയാൽ നന്നായിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് വന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ ചട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.